السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ് നമ്പർ 11 ആയിട്ടിക്കല് കിതാബ് തൗഹീദിലെ ക്ലാസ് നമ്പർ 11. ഇന്നത്തെ സബ്ജക്റ്റ് എവിടെ അള്ളാഹുടെ പേരല്ലാണ്ട് വേറെ പേരില് അറിവ് നടത്തല്, അവിടെ അള്ളാഹുടെ പേരില് അറിവ് നടത്തുക തീര എന്ന ഒരു സബ്ജക്റ്റിന്റെ അടിയിൽ ആയത്തും ഹദീസോട് കൂടിയുള്ള ചെമ്മ വിഷയത്തിൽ ടാർഗറ്റ് ആക്കുക ഒരു ക്ലാസ് ആയിട്ടിരിക്കുക ഇന്നത്തെ. ഇതില് ഫസ്റ്റ് ഷേഖ് ഇമാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ സബ്ജക്റ്റിന്റെ അടിയിൽ കൊണ്ടുവന്നത് ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്തിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖ്ഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ അല്ലാഹു യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഈ ഒരു ആയത്തിൽ 4 ഖണ്ഡമായിട്ട് 4 വിഷയത്തെ ഒരു ആയത്തിൽ ഉൾക്കൊണ്ടിട്ടായിട്ട് ഈ ആയത്തിൽ സൂറത്ത് തൗബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് ലാ തഖും ഫീഹി അബദൻ, അവിടെ നിങ്ങൾ നിൽക്കുകയേ തീര. ഇത് ലാ തഖും ഫീഹി അബദൻ, ഒരിക്കലും അബദൻ തന്നെ ഒരിക്കലും നീ അവിടെ പോകുക നിൽക്കുക തീര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ടായെങ്കിലും ഇതിൽ ചെമ്മ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആയിട്ട് നബിയിട്ട് ചെന്നിട്ട് നമുക്ക് കാട്ടുപാട്ട് ചെയ്തു. ലാ തഖും ഫീഹി അബദ, നീ അവിടെ ഒരിക്കലും നിൽക്കുക തീര നബിയെ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമിൻ അഹഖ്ഖു അൻ തഖൂമ ഫീഹി, നിങ്ങൾ അവിടെ നിൽക്കലെ കാണാൻ യാറെ നിങ്ങൾക്ക് ഹക്കായിട്ടുള്ളത്, നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങൾ നിൽക്കണായത് തഖ്വത്തോടു കൂടി ഉണ്ടാക്കിയ പള്ളിയിലായിട്ട് ഫസ്റ്റ് നാളിലുണ്ട്. അതായത് മസ്ജിദുൽ നബവി അല്ലെങ്കിൽ മസ്ജിദുൽ ഖുബ. ഇത് രണ്ടും മേൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തഖ്വയുടെ മേലിന്റെ പള്ളിയായിട്ടിക്കത്. അപ്പോൾ 2 സബ്ജക്റ്റ് ആയിട്ട്. മൂന്നാമത്തേത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, ശുദ്ധിയാവുക വേണ്ടിയിട്ടുള്ള ശുദ്ധിയായ ആൾമാർ അവിടെ ഉള്ളത്. ഏത്? ഉസ്സിസ അല തഖ്വയുടെ പള്ളിയിൽ. അവിടെ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കരുത്, അവിടെ നിങ്ങൾ നിൽക്കണ്ടാണ്. കാരണം എന്തേ? 4-മത്തേത് 1, 2, 3, 4-മത്തേത് എന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധി ഇന്നങ്ങളെ മാത്രമേ ഇഷ്ടപ്പെടുന്നത്. ഈ ആയത്ത് ഇറങ്ങിയത് മസ്ജിദുൽ ദിറാറിന്റെ വിഷയത്തിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും കൊണ്ടിരുന്ന പോലത്തെ ഒരു മസ്ജിദ് ദിറാർ അവിടെ ഉണ്ടാക്കിയ വിഷയമെല്ലാം നിങ്ങൾ കൊണ്ടിക്കും. ഇത് മദീനത്തില് മസ്ജിദ് ഖുബാലെ മുട്ടമി, മസ്ജിദ് നബവിയുടെ ഇടയില്ല അങ്ങനെ ഉള്ള ഒരു പള്ളിയായിട്ട് അണ്ട് ഉണ്ടാക്കിയത്. ഇത് സൂറത്ത് തൗബയുടെ 107, 108 ആയത്തിൽ ഇതിലെ ഉല്ലേഖ വന്നത്, ഇതിലെ വിഷയം വന്നത്. ചില മുനാഫിക്കായ ആൾമാർ ഈ പള്ളിയിലെ ഉണ്ടാക്കിയതായിട്ട് മസ്ജിദുൽ ദിറാർ. ഈ പള്ളിയിലെ ഉണ്ടാക്കിയ ഉദ്ദേശം എന്താ ചെന്നിട്ടായെങ്കിൽ ഇസ്ലാമും സലഫു സാലിഹീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രോബ്ലം ആക്കുകയും അങ്ങനെ ഒగ్గട്ട് ഉടക്കുകയും അല്ലാണ്ട് അവിടുത്തെ വേറെ കുതന്ത്ര ആക്ടിവിറ്റീസ് നടപ്പാട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് ആ പള്ളിയായിട്ട് ഉണ്ടാക്കിയത് മസ്ജിദുൽ ദിറാർ. മസ്ജിദ് ദിറാർ സാധാരണ 630 ഇസ്വിയിലായിട്ട് ഉണ്ടാക്കിയത്. ഈ സന്ദർഭത്തിൽ മസ്ജിദ് നബവി, മസ്ജിദ് ഖുബ ഓൾറെഡി അവിടെ പള്ളി ഉണ്ട്, 2 പള്ളിയുണ്ട്. അതിൻ്റെ ചില മുനാഫിക്കുമാര്, കപട്ടിമാര് രാജകീയ പിന്നെ ധാർമ്മിക കുതന്ത്രത്തെ ഉണ്ടാക്കുക പുതിയ പള്ളി ഒന്ന് കെട്ടിയതായിരിക്കരുത്.
സൂറത്ത് തൗബത്തിൽ ഇതിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നതാണ്. ഇതിലെ ഉദ്ദേശവും ചന്ദ്രം. ഒന്നാമത്തെ ഉദ്ദേശ കുഫ്രിയത്തായിട്ടിരിക്കരുത്, ഇസ്ലാമുടെ വിരുദ്ധമായിട്ട് കുതന്ത്രാക്കൂ, സലഫുസ്വാലിഹീങ്ങളെ വിരുദ്ധം കുതന്ത്രാക്കൂ. രണ്ടാമത്തേത് മുസ്ലിമീങ്ങളെ ഒగ్గറ്റത് ഒടക്കൂ. മുസ്ലിം സമുദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുടെ ഖുർആൻ സുന്നത്ത് കൊണ്ട് ഒരുമിച്ച് കൂട്ടരുത് ഒടക്കുಗೋಸ್ಕರ. മൂന്നാമത്തത് അങ്ക് പ്രോബ്ലം ആക്കുಗೋಸ್ಕರ. നാലാമത്തത് അബൂ ആമിർ എന്ന ഒരു മുനാഫിക്ക് ഈ പള്ളിയുടെ കൊടുത്തിട്ടു അതിനെ അവിടെ നിപ്പാട്ടിട്ട് മുസ്ലിമീങ്ങളെ വിരുദ്ധമായിട്ട് കുതന്ത്രം ഉണ്ടാക്കുക വേണ്ടിയിട്ടായിട്ട് ഈ പള്ളിയുടെ നിർമ്മാണം ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം ಗುಡ್ಪಾಟಿಟ್ಟು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ക എന്ത് ആക്കണു ജന്തു അള്ളാഹു ചെന്നു കൊടുത്ത. മുനാഫിക്മാർ മസ്ജിദു ബിറാർ മദീനത്തെ ചില മുനാഫിക്മാർ 12-15 തോളിന്നവരുടെ ഇത് തഫ്സീർ ഇബ്നു കസീറിൽ ഇതിൽ വിശേഷിച്ചുള്ളൂ. അതിലെ നേതാവായിട്ടിരുന്ന അബൂ ആമിർ അർ-റാഹിബികളുടെ ആൾ ഒന്ന് മുനാഫിക്കായിട്ടിരുന്ന ഉണ്ട് പൊളിറ്റിക്സ് ആക്ടിവിറ്റീസ് എല്ലാം നടപ്പാട്ടുണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരുദ്ധമായിട്ട് ഒന്ന് മദീനത്ത് തപ്പാട്ടിച്ച് ക്രിസ്ത്യൻ സാമ്രാജ്യത്തിൽ ഓടിപ്പോയിട്ടിരുന്ന അവിടെ അങ്ങനെ എന്തെല്ലാം ഉദ്ദേശമുണ്ടു അതെല്ലാം എടുത്തുണ്ടു ഇസ്ലാമിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോസ്കര മദീനത്തിൽ വന്നെന്ന അവനായിട്ടിക്ര അബൂ ആമിർ അർ-റാഹിബികളുടെ ആള് ഈ പന്നിന്റെ പോണഞ്ചെ മുനാഫിക്മാരിൽ നേതാവായിട്ട് അവിടെ ഒരു പള്ളിയുടെ പണിഞ്ഞത്. ഇബ്നു ഖുദ്ദാം ഇബ്നു ഖാലിദ് അയാൾ തന്റെ ഔത്തര മുട്ടമി ഈ പള്ളിയുടെ നിർമ്മാണാക്കിയിട്ട് മജ്മ ഇബ്നു ജാരിയ, സാലബ് ഇബ്നു ഹാത്തിബ്, മുഅത്തിബ് ഇബ്നു ഖുശൈർ ഇന്ന് ചില ആൾമാർ അതേപോലെ ബനു അംർ ഇബ്നു ഔഫ് ഗോത്രത്തിൽപ്പെട്ട കുറെ ആൾമാരും ഉള്ളാറ് ചെന്നിട്ടേക്ക് തഫ്സീർ ഇബ്നു കസീർ നമുക്ക് കാണാൻ സാധ്യമാകും. മുനാഫിക്കുമാർ ഈ പള്ളിയുടെ ഉണ്ടാക്കിയത് മസ്ജിദ് ഖുബാത്തിക്ക് പോകും ദൂര അവിടെ ആൾമാർക്ക് ബയസ്രൻക്ക് എളുപ്പത്തിലൊരു നിസ്കാരാക്കുക ആവട്ട് ചെന്ന് ഉണ്ടാക്കിയേ ചെന്നിട്ട് ചെന്നിട്ടായെങ്കിലും അങ്ങനെ ഉദ്ദേശം അതല്ലായിട്ടുണ്ട്. ഇത് ആൾമാരെ എതിരുള്ളൂ ചൊല്ലുಗೋಸ್ಕರ ആക്കിയതായിട്ടേക്ക് ചിത്രം ഈ വിഷയം. പക്ഷെ അബൂ ആമിർ അർ-റാഹിബികളുടെ വ്യക്തി വലിയൊരു മുനാഫിക്കായിട്ടിരുന്ന ഇസ്ലാമിന്റെ പ്രാഥമിക നാളിലെ ക്രിസ്ത്യൻ സാമ്രാജ്യത്ത് പോയിട്ട് അങ്ങനെ ധർമ്മഗുരുരൊട്ടുകു എല്ലാം പഠിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരുദ്ധമായിട്ട് സ്വറാക്കുക വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ചക്രാധിപതി ആയ ആൾമാരൊട്ടു ചേരിട്ട് ആക്ടിവിറ്റീസ് അവന്റെ കണക്ഷൻ ഉണ്ട്. ഈ പള്ളിയുടെ ഇസ്ലാമിന്റെ വിരുദ്ധമായിട്ട് യുദ്ധത്തിൽ ഒരു താണമായിട്ടും ഉപയോഗമാക്കുകയാണ് വിചാരിച്ചിട്ടില്ല. ഖുദ്ദാം ഇബ്നു ഖാലിദ് ഈ ಯೋಜನೆയിൽ ಸೇರಿ ನಿನ್ನಾರು അങ്ങ് പള്ളിയുടെ നിർമ്മാണം ആക്കിയാറ് ആൾമാരെ എല്ലാവരും വിളിച്ചാറ് നിങ്ങൾ മുട്ടുമുട്ട നിങ്ങളുടെ ബറുകൂടെ പള്ളിയിൽ നിസ്കരിക്കുവാനിട്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിര മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമു ഇങ്ങനെ കുതന്ത്രത്തെ ചെന്ന് കൊടുത്ത. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇതിലെ ആ പള്ളിയുടെ വടക്കു ഹുക്കം കൊടുത്തു. തഫ്സീർ ഇബ്നു കസീറിന്റെ ആധാരത്തിന്മേൽ ചെല്ലേണ്ടായെങ്കിൽ സഹാബി മാലിക് ഇബ്നു ദുക്ഷം പിന്നെ ചില ആൾമാർക്ക് ഈ പള്ളിയുടെ തത്തുപാട്ടു ധ്വംസമാക്കൂ ഇതിലെ ಕುತಂತ್ರ ಗೊಂತಾಯಿರ್ಪಿಂದ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತನ್ನ ಆದೇಶ ಹಾಕಿರಂಟು ಕೂಡ നമുക്ക് ಗೊತ್ತಾവും. പള്ളി ശുദ്ധ ഉദ്ദേശത്തെ മേലായിട്ട് വേണു, ഇബാദത്ത് ആയിട്ട് വേണു, ആ പള്ളി തഖ്വാദിൽ ഇരിക്കണു. കുതന്ത്രത്തെ ഉദ്ദേശത്തിൽ പള്ളി ഏതു കെട്ടു തീരാം.
പിന്നെ മുനാഫിക്കുമാരെ എതിർലോ കുതന്ത്രത്തെ വിഷയത്തില് ഇസ്ലാമു ഒരു അലർട്ട് കൊടുക്കുന്നതായിട്ടുള്ള ആയത്തേക്കിരുത്. അങ്ങനെ ಬೆಳಕು ಉದ್ದೇಶത്തെ മരമാറ്റിട്ട് അങ്ങനെ ആൾമാറിട്ട് ಬೇರೆ ನೇಮಲ್ ಟೈಪ್ ಬಿಡ್ಕೊಂಡಿದ್ದಾರೆ. ಅಪ್ಪ ಅവിടുത്തെ ബാക്കി മുസ്ലിമീങ്ങൾ ಗೊತ್ತಿಲ್ಲ ಅಂತದ್ದು. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഉള്ളിടെ രഹസ്യത്തെ പുറത്തിട്ടതായിട്ടിരിക്കരുത്. പിന്നെ പള്ളിയുടെ ശുദ്ധി നല്ല ഉദ്ദേശത്തിൽ പള്ളി കെട്ടണോ, നല്ല പൈസത്തിൽ പള്ളി കെട്ടണോ, ആ പൈസ കെട്ടുമ്പത്ത് എന്തും വെടക്കത്തരത്തെ പൈസ ആവുക തീരാ എന്നെങ്കിൽ മാത്രമേ അവിടെ ഇബാദത്ത് ആക്കാണ്ടായിട്ട് ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതെല്ലാ വിഷയത്തിലും മനുഷ്യന്മാർ ಗೊತ್ತಿಲ್ಲ ಅಂತ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിൽ മുഖേന അങ്ങനെ എല്ലാ കുതന്ത്രത്തെയും ഓപ്പൺ ആക്കി കൊടുത്തു. മസ്ജിദ് മിറാർ ചൊല്ലത് ഒരു ഐതിഹാസിക വലിയൊരു ഘടനയായിട്ടിരുന്നത്. ഇതിലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്പഷ്ടമാക്കിയതാണ്. ഇതിനെ ധ്വംസാക്കുക ചുടവുള്ള കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിന്റെ വ്യാപകമാക്കുക വേണ്ടിയിട്ട് അതിനെ ഓപ്പോസിറ്റ് വിരുദ്ധമായിട്ട് കുതന്ത്രാക്കിയത് കൊണ്ടായിട്ടിക്കറ്. പിന്നെ ഇബാദത്താക്കുക പള്ളി കെട്ടണ്ടെങ്കിൽ ശുദ്ധ ഉദ്ദേശ വേണു ചൊല്ല വിഷയവും ഇതിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. അപ്പ യാതൊരു ജാഗത്തില് അള്ളാഹുകല്ലാണ്ട് ഇബാദത്തെടുക്കുന്നുണ്ടായെങ്കിൽ അത് നിസ്കാരമാവട്ടെ വേറെ എന്തും ആവട്ടെ അവിടെ ഞങ്ങൾ നിക്കൊക്കെ തീരാക്കുന്നിട്ടായിട്ട് ഈ ആയത്ത് ഞങ്ങൾക്ക് വഴിപാട്ടത് വലാത്തക്കും ഫീഹി അബദൻ വർക്കലും നിങ്ങൾ അവിടെ നിൽക്കുന്ന നബിയെ വർക്കലും എനി ഹൗ അവിടെ നിൽക്കുകയെ തീരാ ಗೊತ್ತಾಯಿಲ್ಲ. അവിടെ നിൽക്കുകയെ തീരാ, അങ്ങനത്തെ വിഷയത്തിൽ പോകേ തീരാ, അങ്ങനത്തെ ಜಾಗത്ത് നോക്കുകയെ തീരാ. നിങ്ങൾ അവിടെ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങജಂತು തബൂക്കിലെ അല്ലൂല എന്ന ജാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ അവിടെ ഒട്ടകത്തെ ഒരു ദൃഷ്ടാന്തം കൊടുത്തിട്ട് ആൾമാർ കേൾക്കാത്തപ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തിൽ തീരെ മലബർപാടിട്ട് അങ്ങനെ ചുട്ടുപൊട്ടിട്ട് അവിടെ നിങ്ങൾ നിൽക്കുക തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങജಂತು ജാഗ്രത മനെ അല്ലാഹു സുബ്ഹാനഹു തആല ലാ തഖും ഫീഹി അബദൻ വർക്കലും നിങ്ങൾ അവിടെ നിൽക്കുക തീര നബിയെ നിങ്ങൾക്ക് നിൽക്കുക നല്ലതായിട്ടുള്ളതില്ല. മസ്ജിദുൻ നുസ്തിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി നിങ്ങൾ അവിടെ നിൽക്കാണ്ട് നല്ലതായിട്ടിക്കരുത്. നിങ്ങൾക്ക് തഖ്വ ഉള്ള പള്ളിയിൽ നിൽക്കരുത്. അവിടെ നിങ്ങൾ തഖ്വ ഉള്ള പള്ളിയിൽ നിൽക്കരുത്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതസഖറു അവിടെ ചില മനുഷ്യന്മാരുള്ള ആ പള്ളിയിൽ അങ്ങ് ശുദ്ധി അള്ളാഹുടെ ശുദ്ധിയെ ആഗ്രഹിക്കാറ്, ശുദ്ധിയായിട്ടിക്കാറ്. അള്ളാഹു സുബ്ഹാനഹു തആല ശുദ്ധിയുള്ള ആൾമാരെ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ലാ തകും ഫീഹി അബദൻ ഒരിക്കലും നിങ്ങൾ അവിടെ നിൽക്കുക തീര നബിയെ. ഈ ആയത്ത് വലിയൊരു ഉപദേശത്തെ നിങ്ങൾ ആയത്തിൽ കുറെ ആൾമാർ ചൊല്ലാറല്ലേ. ഇതിലെ അത് ഈ ഹദീസിൽ പിന്നെ ചൊള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബിത്ത് ഇബ്നു ദഹാഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസുണ്ട്. ഈ ഹദീസില് ഒരാള് നേർച്ച വെച്ചിട്ട് എന്തിരെ സാബിത്ത് ഇബ്നു ദഹാഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു നദറ റജുലുൻ അൻ യൻഹറ ഇബ്ലൻ ബിബുവാനത ബുവാനത്തിൽ ഒരു ഒട്ടകത്തെ അറുക്കുന്ന വിഷയത്തിൽ ഞാൻ നേർച്ച വെக்கிறേ. ففعل النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേട്ടു. അപ്പൊ നബി ജന്തു فقال هل كان فيها وثن من اوثان الجاهليه يعبد അവിടെ എന്തെങ്കിലും ആരാധിക്കുന്ന വസ്തുണ്ട ജാഹിലിയ കാലഘട്ടത്തിൽ അത് ആരാധിക്കുന്നത് പോലെ വിഗ്രഹമാ മൂർത്തിയാ അല്ലെങ്കിൽ ആരാധിക്കുന്ന എന്തെങ്കിലും ഒന്നും. കാലു സഹാബത്തന്മാരല്ല ഇല്ല നബിയേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കേട്ടു ഫഹൽ കാന ഫീഹാ ഈദും മിൻ അയാദിഹിം അവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കട, പെരുന്നാൾ നടക്കട, ഉറൂസ് നടക്കട, ചെമ്മ എല്ലാ ഈദെല്ലാം ഉണ്ടല്ലോ അതിലങ്ങനത്തെ എന്തെങ്കിലും ഈദോട് നടക്കടാണ്. കാലു ചെന്നാറില്ല ഇല്ല നബിയേ. ഫഖാല എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ജന്തു സംശയത്തിലേയും എന്തിനോട് പോയിട്ട് അർക്കറേണ്ട് ഔ ഫീ ബിനദിരിക നിന്റെ നേർച്ചയിൽ നീ ബീറ്റി
നിന്റെ നേർച്ചത് നീൻ വീട്ടി ഫഇന്നഹു നിശ്ചയമായിട്ടും ആ നേർച്ച വിട്ടത് ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാഹ് അല്ലാഹുവു വിരുദ്ധമായിട്ട് നടക്കിടെ യാതൊരു നേർച്ചയും വീട്ടുന്നത് അഗത്യമില്ല. അല്ലാഹുടെ ഖുർആനുകും അല്ലാഹുടെ സുന്നത്തുകും വിരുദ്ധമായിട്ടുള്ള ഒരു നേർച്ച അത് വീട്ടിലെ അഗത്യമില്ല. നാ ഗൗസ് മഹിയദ്ദീന് ഒരു ആടാർക്കരാച്ചെന്ന് നേർച്ചയാക്കിയ നബിയെ നീ നറുക്കണ്ട, അത് വിരുദ്ധമായിട്ടിക്കരുത്, അർക്കണത് അല്ലാഹു കേട്ടിക്കരുത്. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദമ ഇബ്നു ആദമക്ക് താക്കത്തില്ലാത്ത ഒരു വസ്തുരോട് നേർച്ചാക്കിയിട്ടെങ്കും അതിലെ വീടണ്ട, അകത്തില്ല വിടരുത്. ഒരുത്തവർ നേർച്ചാക്ക എന്ത് ನಾನು ನಿಲಾವು ಕೊಮ್ಮಂತ ಅವಳು ಎಲಿ ಪಾತ್ರೆ എന്നിട്ട് നേർച്ചാക്കിയത് റബ്ബിയെ ನಾನು ಅದಕ್ಕೆ എന്തെങ്കിലും കറവർ മുന്നോൾ പോട്ടാ നിക്ക് താക്കത്തില്ലാത്തതിന് നീನು അകത്യത്തിൽ പോണ്ട അകത്യ ഇല്ലാണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നെ. ഇതൊരു ഹദീസ് സ്പെഷ്യലായ ഒരു ഹദീസ് ആയിട്ടിക്കറി എന്തിക്കുന്നുണ്ടെങ്കിൽ കൊടിയാൽ ഞങ്ങളതിൽ ചൊല്ലാറ് ഞങ്ങളെ സംബന്ധത്തെ ഒരു അവത്തിൽ മൗലൂദുണ്ട്, മഹിയുദ്ദീൻ മൗലൂദ്. അതുകൊണ്ടുണ്ടല്ലോ എങ്ങനത്തെ മൗലൂദുണ്ട് അള്ളാഹു റസൂലിന്റെ വിരുദ്ധമായിട്ടുള്ള മൗലൂദായിട്ട് ഞങ്ങൾ മൗലൂദ് പോണ്ടില്ല. മൗലൂദെല്ലാം ആയാൽ പിന്നെ ഞങ്ങൾ പോണ്ട. ചോറുന്നല്ലേ അത് ചോറ് അള്ളാഹുടെ റിസ്ക് അല്ലേ. ഇങ്ങനെ വിഷയത്തെ മൊയിലാറ് കിട്ടിട്ട് മൊയിലാറത് ഒപ്പാട്ടത് മൊയിലാറ് എന്തെങ്കിൽ താല്പര്യം അങ്ങോട്ട് ഇന്നെങ്കിൽ കാസ് കിട്ടുമോ അല്ല വേറെ എന്തെങ്കിലും കിട്ടുമോ അല്ല എന്തെങ്കിലും സഹായത്തെ കിട്ടുന്നുണ്ട ഇന്നെങ്കിൽ അത് റിസ്ക്, അത് പോവാൻ ഒരിക്കലും സാധ്യയില്ല. അത് റിസ്ക് ആയിട്ടിക്കുക കൊണ്ട് എഴുത്തിക്കാതെ സമയമില്ല. അങ്ങനത്തെ റിസ്ക് തിന്നകും തീരാ, അവിടെ നിൽക്കുകയും തീരാ, അവിടെ പോകും തീരാ. അവിടെ നിൽക്കുകയും തീരാ, അവിടെ പോകും തീരാ, തിന്നകും തീരാ. ഞങ്ങളെ മക്ക തിന്നണ്ടെങ്കിൽ ബായി കൈയിട്ട് പറിച്ചിടണം. അത് പാടില്ല. എന്നിട്ട് അള്ളാഹു ചെന്നതിൽ പിന്നെ ഞങ്ങൾ അത് മുൻവരിച്ചിട്ട് പോകും. ഞങ്ങൾ ആര് സാധ്യയില്ല, ഒരിക്കലും സാധ്യയില്ല. അതങ്ങനെ ആക്കുക തീരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സവാലാക്കി നോക്കൂ. അവിടെ നീ നേരത്തെ ആക്കട്ട നബിയെ ചെന്നപ്പ നബി എത്ര സവാലാക്കി, അതിന്റെ സൂക്ഷ്മത്തെ ഞങ്ങൾ മനസ്സിലാക്കണം. അതായിട്ട് സമുദായത്തിന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഷേഖ് പരിപാടി കൊടുത്തത്. കാരണം ജസീറത്തുൽ അറബിൽ കാലഘട്ടത്തിൽ പിന്നെ എല്ലാ അപറിപ്പറായിട്ട് ಅದರ ಕೋರ್ಬೇಕೆಂಬರಿಗೂ ಅದರ ಸಮಾಕಗೂ ಬೇಡಿಟ್ಟು ಹೇಳಿ ಬಂದ ಮೆಹನತ್. ಇದರ ಕಿತಾಬ್ ತೌಹೀದ್ വലിയವರು അസറുള്ള ഒരു ഫായിദുള്ള ഖുർആൻ ഹദീസിലെ മാത്രം വിഷയമുള്ള ഒരു കിതാബായിട്ടിക്കല്. ഇതിലെ ആൾമാരിന്റെ എതിർക്കാതെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ അങ്ങനെ മനസ്ഥിതി എവിടത്തോളം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ സുന്നത്തിനടിയിൽ ജീവിച്ച് മരിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ആയത്തില് ചെമ്മ വിഷയമുണ്ട്. ലാത്തക്കും ഫീഹി അബദൻ, അതിലെ തഫ്സീർ നോക്കിയിട്ടുണ്ടോ. പിന്നെ എവിടെ ഒന്നു പണ്ട് അവിടെ ഇപ്പാക്കല്ല, പണ്ട് ഉറൂസ ദർഗമ പള്ളിയ വിഗ്രഹമ ഇന്നൊന്ന ആക്രമ ജാക്രമ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പാക്കല്ല. ഈ വർഷം പോയിട്ട് ഞങ്ങൾ അവിടെ എന്തെങ്കിലും ആക്രമ പാടില്ല, പാടില്ല. ആക്കുക തീര, സംശയപ്പെടുക തീര. മനസ്സിലായില്ലേ? അതുകൊണ്ടിട്ട് ശറഈ വിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രവൃത്തി, അത് നേർച്ചാവട്ടെ ഏതുമാവട്ടെ, അത് ആക്കുക തീരാനിട്ട് ഇത് ഈ പാഠത്തിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കൂ സാധ്യമുണ്ട്. അതേപോലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒന്നാക്കിയിട്ട് ഇപ്പാക്കല്ല, അവിടെ പോയിട്ട് ഞങ്ങൾ എന്താക്കൂ തീരാ. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഒരു നേർച്ച ഉണ്ട്, ഒരു സദക്ക കൊടുക്കിടക്കുന്ന ഒരാട്, അത് അള്ളാഹുടെ വിരുദ്ധമായ പ്രവൃത്തിയായ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൊടുത്തു വിട്ടെങ്കിൽ അവിടെ പാടില്ല, അതും പാടില്ല. ഇത് നീ സദക്കാക്കിരണ്ടായെങ്കിൽ അള്ളാഹുടെ എത്തിക്കാതോടുകൂടി അള്ളാഹുടെ മാർഗത്തിൽ നീ അറക്കിരണ്ടായെങ്കിൽ മാത്രം നീ ആളാ, ഇല്ലെങ്കിൽ അത് എനിക്ക് കൊടുക്കിടകത്തില്ല. കാഫിരീങ്ങളെ പെരുന്നാൾ പണ്ടത് തൊട്ടിട്ട് ഞാൻ എന്താക്കണോ ജാഗ്രത ആക്കണോ. ಗೊತ್ತಾಯಿಲ್ಲ ನಂಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ನಂಗೆ ಹಾಕಿపోയത് ಬೇರೆ ವಿಷಯ. ನಿಸ್ಯಾನ್
അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് മറന്ന വിഷയത്തിലും അൺഎക്സ്പെക്റ്റഡ് ആയ വിഷയത്തിനും മാഫ് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവർക്കും ഇതിൽ അമൽ ചെയ്യുകയും ഇതിൽ പ്രവർത്തിക്കുകയും അള്ളാഹു തൗഫീക്ക് ചെയ്തു തരട്ടെ. ഖാലിസായ നീയത്ത് മാത്രമേ ഞങ്ങളത് ഉള്ളത്, വേറെ ഏത് നീയത്തില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് നല്ലതായ ഖുർആൻ സുന്നത്തിലൂടെ മാർഗദർശനമാക്കിയതുപോലെ ഞങ്ങൾ നടത്തൂ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.